റെഡ് കാർഡുകൾ കൊണ്ട് മഴ പെയ്ത ആദ്യ മത്സരം, അതുപോലെ തന്നെ രണ്ടാമത്തെ മത്സരമാണെന്നുണ്ടെങ്കിലും സൗത്ത് കൊറിയ. എനിക്ക് അവരെ കുറിച്ചാണ് പറയാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ മാച്ചസും കഴിയുമ്പോൾ ഒരു ലോങ് ഫോർമാറ്റ് ഡീറ്റെയിൽഡ് വീഡിയോസ് ആണ്. സോ മാച്ചസ് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കയറി കണ്ടു നോക്കുക. ആൻഡ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. ഗൈസ്, അപ്പോൾ എന്തായാലും അമേരിക്കൻ മണ്ണിൽ വേൾഡ് കപ്പ് നടക്കുന്നതിൽ വലിയ സന്തോഷം ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കും വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു ആഘോഷം തന്നെയാണ്. ഒരു വല്ലാത്തൊരു സെലിബ്രേഷനാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ എത്ര കിട്ടില്ല, ക്ലബ്ബ് വേൾഡ് കപ്പിലല്ല, ക്ലബ്ബ് പെർഫോമൻസിൽ എത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് വേൾഡ് കപ്പിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല. അത് എല്ലാ താരങ്ങളിലും ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ യമാലായിക്കോട്ടെ, ഞാൻ ഇന്ന ഇതിൽ പറയാം. ഇപ്പോഴത്തെ സ്റ്റാർ യമാലാണല്ലോ. അപ്പോൾ യമാൽ, അതുപോലെ തന്നെ ഇനി റൊണാൾഡോ, ഈ മെസ്സി, ഇങ്ങനെയുള്ള ആരെ എടുത്താലും ചിലപ്പോൾ അവർക്ക് ക്ലബ്ബിൽ ചിലപ്പോൾ അവരുടെ സീസൺ അടിപൊളിയായിരുന്നിരിക്കാം. അതുകൊണ്ട് മാത്രം അവർ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അടിപൊളിയാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്തായാലും ഗംഭീര സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുകൊണ്ട് തന്നെയാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനോഗ്രേഷണൽ ഇവൻറ്റുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും തുടങ്ങിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആദ്യ മാച്ച് ഹോസ്റ്റ് ചെയ്തത് മെക്സിക്കോ ആണ്. സോ അതുകൊണ്ട് തന്നെ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് മത്സരം. എനിക്ക് തോന്നുന്നു ഒരുവിധം 2010 വേൾഡ് കപ്പൊക്കെ കണ്ടവർക്ക് ഇത് തന്നെയായിരുന്നല്ലോ അന്നത്തെയും ഇനോഗ്രേഷണൽ മാച്ച് എന്നുള്ളത് തോന്നൽ വരും. അതെ, അത് തന്നെയാണ് സെയിം. പക്ഷെ അന്ന് 1-1 അവസാനിച്ച മത്സരമായിരുന്നില്ല ഇന്നലെ നടന്നത്. ഇന്നലെ ഗംഭീരമായ ഒരു മത്സരമായിരുന്നു. മറ്റേ വേണമെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിന് മാറ്റിയിട്ട് വേൾഡ് റെഡ് കാർഡ് മാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം എല്ലാവരും നിങ്ങൾ റീൽസിലൂടെ എല്ലാം കണ്ടു കാണും. അതായത് 2022 കാര്യം എടുത്തു നോക്കുമ്പോൾ ആകെ മൊത്തം 4 റെഡ് കാർഡേ ഉള്ളൂ. ഇതൊരൊറ്റ മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വന്നു എന്നുള്ളതാണ്. 1 മെക്സിക്കോയ്ക്കും 2 സൗത്ത് ആഫ്രിക്കയ്ക്കും. അതുകൊണ്ട് തന്നെ ആ മത്സരത്തെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിച്ച് തുടങ്ങാം. ചെക്ക് റിപ്പബ്ലിക് ആണെങ്കിലും അതുപോലെ തന്നെ സൗത്ത് കൊറിയയുടെ കുറിച്ചും പറയണം. അത് അടുത്തത് പറയാം. ആദ്യം മെക്സിക്കോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹോസ്റ്റിംഗ് നേഷൻ ആയതിൻ്റെതായിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. അവർക്ക് മൊത്തം കാണികളും അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെയായിരുന്നു കേട്ടോ. മൊത്തം പച്ചമയമായിരുന്നു. ആൻഡ് കളിയിലാണെന്നുണ്ടെങ്കിലും മെക്സിക്കോ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്ക നമ്മൾ പ്രതീക്ഷിച്ചത്രയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്കിങ്ങിൽ ഇപ്പോൾ അവർ 60ാം സ്ഥാനത്താണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ വേൾഡ് കപ്പ് സ്റ്റേജ് ആണല്ലോ. സോ അവർക്ക് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതിനനുസരിച്ചൊരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, പോരാ. സൗത്ത് ആഫ്രിക്ക പോരായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ലെവൽ ഓഫ് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ 2 മത്സരങ്ങളും കൂടെ കണ്ടിട്ട് ചിലപ്പോൾ ഏറ്റവും അവസാനിപ്പിക്കാൻ ചാൻസ്, അതായത് ഈ ഗ്രൂപ്പ് എയിൽ ഏറ്റവും ലാസ്റ്റ് ആവാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്കയാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇന്നലത്തെ മത്സരം കണ്ടിട്ട്. അതിനിടയിൽ ഒരു ആവശ്യവുമില്ലാത്ത 2 റെഡ് കാർഡുകളും കൂടെ അവർ വാങ്ങിച്ചു. മെക്സിക്കോയുടെ കാര്യം വരുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റിംഗ് നേഷനാണ്. അതിൻ്റെ എല്ലാ പ്രിവിലേജും അതിൻ്റെ എല്ലാ അട്ടഹാസവും അവർ കാണിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഹൂലിനെ വെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ആദ്യത്തെ ഗോൾ വീണത്. അതായത് സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോററായിട്ടുള്ള ഹൂലിനാണ് എന്തായാലും അവർക്ക് ഗോൾ അടിച്ച് തുടങ്ങിയത്. പുള്ളിക്കാരൻ വേൾഡ് കപ്പിൽ ഒരു ഇനോഗ്രൽ മാച്ചിൽ ആദ്യമായിട്ട് അടിക്കുന്നതാണ്. ഈ ഇനോഗ്രൽ മാച്ചുകൾ ഉണ്ടല്ലോ, ഈ ഇനോഗ്രൽ മാച്ചുകളുടെ ചരിത്രത്തിൽ മെക്സിക്കോയ്ക്ക് വേണ്ടി ഒരാൾ ഗോൾ അടിക്കുന്നതും ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഗോളിനുണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ ഗോളും കൂടെ അടിച്ചു. എൻ്റയർ ആയിട്ട് മത്സരത്തിൽ മെക്സിക്കോ തന്നെ ഡോമിനേറ്റ് ചെയ്തു നിന്നാണ് കളിച്ചത്. മെക്സിക്കോയുടെ കാര്യത്തിലായാലും എനിക്ക് സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലായാലും തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ആ ഒരൊറ്റ മാച്ച് കണ്ടാൽ മാത്രം മതി. കാരണം റെഫറി മറ്റ് ചിന്തകൾക്കൊന്നും നിൽക്കുന്നില്ല. ഡയറക്റ്റ് റെഡ് കാർഡൊക്കെയാണ് എടുത്തിട്ട് പൂശുന്നത്. സോ മര്യാദയ്ക്ക് നോക്കി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ മാച്ചസിൽ പ്ലേയേഴ്സ് ഇല്ലാതെ കഷ്ടപ്പെടേണ്ട സിറ്റുവേഷൻ വരും എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ റെഡ് കാർഡ് നമുക്ക് പിന്നെയും ഓക്കെ, അത് അങ്ങനെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ ഒരു റണ്ണിൽ തട്ടിമറിഞ്ഞ് വീണതാണെന്ന് പറയാം. പക്ഷെ 2ാമത്തത് ഒരു ആവശ്യമില്ലാതെ വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെയാണ് മെക്സിക്കോയുടെയും ഞാൻ വിചാരിക്കുന്നത്. അത് ആവശ്യമില്ലായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ്, മാച്ച് ഇച്ചിരിയെങ്കിലും കണ്ടവർക്കറിയാം മെക്സിക്കോ തന്നെ ജയിക്കുള്ളായിരുന്നു എന്നുള്ളത്. ഇനി നേരെ സൗത്ത് കൊറിയ ചെക്ക് റിപ്പബ്ലിക്.
ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ചെക്ക് റിപ്പബ്ലിക് ഒരു ഫൈറ്റൊക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ അത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. സത്യത്തിൽ കളിയിൽ ഗോളുകൾ വീഴുന്നതിന് മുമ്പേ ഡോമിനൻസ് കീപ്പ് ചെയ്തത് സൗത്ത് കൊറിയ ആണെന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി ഇങ്ങനെ പറന്ന് വന്നൊരു ഹെഡർ, ആ ഹെഡറിലൂടെ എന്തായാലും ആദ്യ ഗോൾ ഇട്ടത് ചെക്ക് റിപ്പബ്ലിക് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പിന്നെ അങ്ങോട്ട് സൗത്ത് കൊറിയ ജയിക്കണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് പോയത്. ഞാൻ എൻ്റെ റീലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 11 വേൾഡ് കപ്പായിട്ട് ആരുണ്ട്, സൗത്ത് കൊറിയ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. സോ ദേ ആർ മേക്കിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ്. അവർ വന്ന് ഏഷ്യയിൽ നിന്നൊരു രാജ്യത്തിന് വേണമെങ്കിൽ നല്ലൊരു റൺ, അവരുടെ ഏറ്റവും ബെസ്റ്റ് റൺ എനിക്ക് തോന്നുന്നു 2002 സെമി ഫൈനലിൽ 4ാം പൊസിഷനിൽ അവസാനിപ്പിച്ചതാണ്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം 2026 ഈ വേൾഡ് കപ്പിൽ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റണ ഒരു ടീമാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ എല്ലാ മാച്ചും. എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ മാച്ച് മൊത്തത്തിലുണ്ടായിരുന്നൊരു കളി ഉണ്ടായിരുന്നത്. ആൻഡ് സൺ, വാട്ട് എ പ്ലെയർ ഈസ് മാൻ. എനിക്ക് തോന്നുന്നു ഒരു ഹെയ്റ്റ് ഇല്ലാത്ത ഒരു എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു താരമാണ് സൺ. പുള്ളിക്കാരന് ഒത്തിരി ചാൻസസ് കിട്ടിയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം പുള്ളിക്ക് ഒരു ഹാട്രിക് അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പലതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസ്സായി പോയി. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റിൽ സൗത്ത് കൊറിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2, 3, 4, 5 ഗോള് സൺ അടിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ആ ഒരു ലെവൽ പെർഫോമൻസ് ഈ മാച്ചിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആദ്യ മത്സരങ്ങളിൽ ഈ പറയുന്ന പോലെ തന്നെ മെക്സിക്കോ ആയാലും സൗത്ത് കൊറിയ ആയാലും 3 പോയിന്റുകൾ നേടി അവരിപ്പോൾ ടേബിളിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടൈറ്റ് മത്സരം വരാൻ പോകുന്നത് ഈ പറയുന്ന പോലെ തന്നെ സൗത്ത് കൊറിയയും മെക്സിക്കോയും തമ്മിൽ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്താണ് നിങ്ങൾക്ക് ആദ്യത്തെ 2 മത്സരങ്ങൾ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇനി എല്ലാ ദിവസവും ഇതുപോലെ ലോങ് ഫോർമാറ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ.